എനിക്ക് തോന്നുന്നത് അച്ഛൻ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലോക്കറിന്റെ കീയായിട്ട് തറവാട്ടിലേക്ക് പോയിട്ടുണ്ടാവുന്ന. ചിലപ്പോ അതിനും സാധ്യതയുണ്ട്. അമ്മാവൻ ഫോൺ എടുക്കാത്തത് അബദ്ധമായത്. ഞാൻ വിനയം വന്ന കാര്യം അമ്മാവനോട് പറഞ്ഞാൽ മതിയോ? അത് മാത്രം പറഞ്ഞാൽ പോരാ രഘുവേട്ടാ, ഞാൻ എന്തിനാണ് വന്നതെന്ന് കൂടി പറയണം. ₹1.5 ലക്ഷം വരെ സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടുന്ന പോസ്റ്റാ. ബാറ്റയും അലവൻസും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. താമസിക്കാൻ ഫ്ലാറ്റ് വരെ കമ്പനി തരും. ഇതൊക്കെ ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരങ്ങളായിരുന്നു കേട്ടോ. ലൈഫ് സെറ്റിലാവാൻ വേറെ ഒന്നും വേണ്ട. പക്ഷേ അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം കൂടി വേണം. അല്ല, ഞങ്ങൾ എന്ത് സഹായം ചെയ്തിട്ടുണ്ട് വിനയ? അത് നോൺ ഒഫൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുന്ന് CA സാറ് പറഞ്ഞത് കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടില്ലെന്നാ. ചോദിക്കാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല. എന്നാലും ഒരു വാക്ക് ചോദിക്കാത്തതിൻ്റെ പേരിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നാളെ തോന്നരുതല്ലോ. അതുകൊണ്ട് ചോദിക്കുക, മഞ്ചാടിയുമായി ബന്ധപ്പെട്ട ആ കേസൊന്ന് പിൻവലിച്ച. അതെങ്ങനെയാ വിനയ? അമ്പിളി, വിനയ, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു മറുപടി പറയാൻ പറ്റില്ലെന്ന് വിനയൻ അറിയാലോ. അമ്മാവൻ വന്നിട്ട് ഞാൻ ഈ കാര്യം സംസാരിക്കാം. എന്നിട്ട് അമ്മാവന്റെ തീരുമാനം എന്തായാലും അത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ വിനയനെ വിളിപ്പിച്ച് പറയിപ്പിക്കാം. അതുപോലെ മതി രഘുവേട്ടാ, അത് മതി. താങ്ക്സ്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. ശരി, പോട്ടെ അമ്പിളി ചേച്ചി.